കൊന്നിച്ചു മീനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ലോർഡ് ഓഫ് ദി മിസ്റ്ററീസ് എന്ന സീരീസിൻ്റെ എപ്പിസോഡ് 6 മലയാളം എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, എനിക്കറിയാം കുറച്ചധികം ദിവസങ്ങളായി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിശക്തമായൊരു പനി പിടിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഇതുവരെ അത് പോയിട്ടില്ല. ഇപ്പോഴും നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ മിസ്സാകാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും. ഇപ്പോൾ ഒരാഴ്ചയോളമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് നല്ല മടിയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. കാര്യം നിങ്ങളുടെ സപ്പോർട്ട് കാണുന്നിടത്താണ് എനിക്കിനി വീഡിയോസ് ഇടാൻ തോന്നുന്നത്. അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലുള്ള ആ ഒരു ഹൈ ബട്ടനും അമർത്താൻ മറക്കണ്ട കേട്ടോ. ഹൈപ്പ് ചെയ്യുന്നതിനർത്ഥം നിങ്ങൾ എന്നെ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. പിന്നെ ഒരു കാര്യം, ഇത് വളരെ സിമ്പിളായുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ആക്ഷൻ സീക്വൻസ് ഫൈറ്റിംഗ് സീൻസ് ഒക്കെ ഞാൻ ഇൻഡെപ്ത് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല. സോ സീരീസ് കണ്ടതിന് ശേഷം മാത്രം, അതായത് ഈ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം നമ്മുടെ ഈ വീഡിയോ കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഫുൾ ആയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്റെ രക്തം കൊണ്ട് ആരൊരാൾ എന്തൊക്കെ കുത്തിക്കുറിക്കുന്നുണ്ടായിരുന്നു. അതൊരു പടം വരക്കുകയായിരുന്നു, ഒരു വലിയൊരു കൊട്ടാരത്തിന്റെ. ആൻഡ് അത് വരച്ചത് മറ്റാരുമില്ല, നമ്മുടെ ക്ലെന്നിന്റെ ആ ഒരു ടീച്ചറാണ്. 1349 ഓഗസ്റ്റ് 18 ലാംഡൻ കാസിൽ. ക്ലെൻ പറയുന്നുണ്ട്, ഓഗസ്റ്റ് 18 രാവിലെ എലിസബത്ത് എന്നെ കാണാൻ വന്നിരുന്നു. കുറച്ച് ദിവസങ്ങളെ അവളൊരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ ഒരു വലിയൊരു കാസിലാണ്. അത് മാത്രമല്ല, ആ കാസിലിന്റെ ഉള്ളിൽ തന്നെ ആ ഒരു കാസിലിനെ സംരക്ഷിക്കാനായിട്ട് ഒരു വലിയൊരു കാവൽക്കാരൻ്റെ ആത്മാവും ഉണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റനും ഫ്രേയും അതുപോലെ ക്ലെന്നും കൂടെ ആ ഒരു കാസിലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, സ്വപ്നത്തിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ആത്മാക്കൾ എന്ന് പറയുന്നത് അതിശക്തരാണ്. അതുകൊണ്ട് ഈ സൂര്യ തേജസ്സുള്ള ഈ ഒരു എംബ്ലം നമുക്ക് ആവശ്യമായിട്ട് വരും. അത് 30782 എന്ന് പറയുന്ന ഒരു ആർട്ടിഫാക്റ്റ് ആയിരുന്നു. അത് മാത്രമല്ല, ഒരു മിനിറ്റിന് ശേഷം 15 മീറ്റർ റേഡിയസ് ഉള്ള എല്ലാ ആത്മാക്കളിനെയും ഇതിനെ നശിപ്പിക്കാൻ കഴിയും. അങ്ങനെ അവർ 3 പേരും കൂടെ ആ ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു ഒരു അറ്റാക്ക് അവരുടെ നേരെ വന്നത്. അവരായിട്ട് ഡോഡ് ചെയ്ത് മാറുന്നുണ്ട്. അതാട്ടെ ഒരു വലിയൊരു സോഡായിരുന്നു. എന്നിട്ട് ആ സോഡ് ഒരു രൂപത്തിന്റെ കയ്യിലേക്ക് ചെന്ന് കയറുന്നുണ്ട്. ക്ലെന്നിന് മനസ്സിലായി, അവൻ ആ സ്വപ്നത്തിൽ കണ്ട ആ ഭയാനകമായ അതിശക്തനായ ആത്മാവ് ഇത് തന്നെയാണ്. അങ്ങനെ ആ ഒരു ബാറ്റിൽ അവിടെ തുടങ്ങുവാണ്. പല അബ്നോർമലായ രീതിയിലാണ് ആ ഒരു അറ്റാക്ക് അവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രേ എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ വീക്ക്നെസ് കണ്ടുപിടിക്കണം. അങ്ങനെ കുറച്ച് സമയം ആ ഒരു ഫൈറ്റ് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ടൈമിലാട്ടെ ആ ഒരു സൺ എംബ്ലത്തിനെ ആ ഒരു ആത്മാവ് തട്ടി ദൂരത്തെ കളയുന്നുണ്ട്. ഈ ടൈമിൽ ഫ്രേ പറയുന്നുണ്ട്, ക്യാപ്റ്റൻ കിട്ടി. അവൻ്റെ വലത്തെ കയ്യിലെ ഗ്ലൗ ആണ് അതിൻ്റെ ശക്തി. പെട്ടെന്ന് തന്നെ ആ ഒരു എംബ്ലം എടുക്കാനായിട്ട് നമ്മുടെ ക്ലെൻ അവിടേക്ക് ഓടിയത്. പക്ഷെ അടുത്ത സെക്കൻഡിൽ തന്നെ ക്ലെന്നിൻ്റെ മുഖത്ത് നിന്ന് ചോരകൾ പുറത്തേക്ക് വരാൻ തുടങ്ങും. അവൻ്റെ മുഖത്ത് ആ ഒരു ആത്മാവ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവൻ്റെ മുഖം പൂർണ്ണമായിട്ട് നശിച്ചിരുന്നു. പക്ഷെ വേദനിക്കുന്നില്ല. അതിനർത്ഥം ഇത് പെട്ടെന്ന് ക്യാപ്റ്റൻ തൻ്റെ പവർ അങ്ങോട്ട് അൺലീഷ് ചെയ്യുന്നുണ്ട്. അത് ക്യാപ്റ്റൻ ഉണ്ടാക്കിയ ഒരു ഡ്രീം മാത്രമായിരുന്നു. ആ ഒരു ടൈം കൊണ്ട് തന്നെ 1 മിനിറ്റ് കടന്നു പോയിരുന്നു. ക്യാപ്റ്റനായിട്ട് ആ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സണ്ണിൻ്റെ ആർട്ടിഫാക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ഒരു വലിയൊരു പ്രകാശം അവിടേക്ക് വരികയും ആ ഒരു ആത്മാവിനെ അത് നശിപ്പിച്ച് കളയുകയും ചെയ്യും. അങ്ങനെ ആ ഒരു പവറൊക്കെ അവിടെ സീൽ ചെയ്ത സമയത്ത് തന്നെ ക്ലെൻ പെട്ടെന്ന് ഒരു ഫോട്ടോ ശ്രദ്ധിക്കുന്നുണ്ട്. ക്യാപ്റ്റനെയും ബാക്കിയുള്ളവരെ അവിടേക്ക് വിളിക്കുന്നുണ്ട്. ഫ്രേ ആട്ടെ പോയി അത് എടുത്ത് നോക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായി, ഏകദേശം 1000ഓളം വർഷത്തിന് ഈ ഒരു ഫോട്ടോയ്ക്ക് പഴക്കമുണ്ട്. ഈ സമയത്ത് ക്യാപ്റ്റൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ഇത് ആ വാനിഷായി പോയ ഇവിടുത്തെ ലെജൻഡായിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ലാംഡൻ്റെ ഫോട്ടോ ആയിരിക്കുമെന്നാണ്. അത് മാത്രമല്ല, ഈ ഒരു കാസിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെയായിരിക്കും. എന്നാൽ ക്ലെൻ പെട്ടെന്ന് പോയി നോക്കിയപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. കാര്യം അത് തൻ്റെ ടീച്ചറായിട്ടുള്ള മിസ്റ്റർ അസക്കല്ലേ. അല്ല, ഇതെങ്ങനെ സാധ്യമാവും? എൻ്റെ ടീച്ചറിന് ഇവനോട്ട് എന്താണ് ബന്ധം? ഈ ഫോട്ടോയും എൻ്റെ ടീച്ചറോട്ട് എന്താണ് ബന്ധം? ക്ലെൻ ശരിക്കും ഒന്ന് ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. ഈ ടൈമിൽ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, എന്തായാലും കുറച്ചുകൂടെ ആത്മാക്കൾ ഇവിടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം കൂടെ നമ്മളിവിടെ ഗാർഡ് ചെയ്യണം. എന്തായാലും ആദ്യത്തെ 1 മണിക്കൂർ ഒരാൾ ഗാർഡ് ചെയ്യട്ടെ, ആ സമയത്ത് മറ്റു 2 പേർ റെസ്റ്റ് എടുക്കട്ടെ. ഈ ടൈമിൽ ക്ലെൻ പറയുന്നുണ്ട്, എങ്കിൽ ആദ്യം തന്നെ ഞാൻ തന്നെ ഗാർഡ് ചെയ്യാം, നിങ്ങൾ എന്തായാലും റെസ്റ്റ് എടുത്തോ. ക്ലെന്നായിട്ട് ആ ഒരു ആർട്ടിഫാക്റ്റുമായിട്ട് അവിടെ പോയിരിക്കുന്നുണ്ട്. അതിശക്തമായ അത്ഭുതകരമായ ഒരു സീക്രട്ട് എംബ്ലം തന്നെയാണിത്. അല്ല, ഇതിന് സൺ പാത്വയായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുമോ? മേ ബി എൻ്റെ ഡീവിയേഷൻ യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്രേ ഫോഗിൻ്റെ സഹായത്തോടു കൂടി എനിക്കിത് എന്താണെന്ന് മനസ്സിലാകും. ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലാകുമല്ലേ? അങ്ങനെ ആ ഒരു റിച്വൽ ചെയ്ത് അവൻ അവൻ്റെ സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവൻ തൻ്റെ കയ്യിൽ ആ ഒരു സാധനം പിടിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മ്യൂട്ടേറ്റഡ് സൺ സീക്രട്ട് എംബ്ലത്തിൻ്റെ രഹസ്യം എന്തുവാണെന്ന് എന്നെ കാണിച്ചു തരിക. അടുത്ത സെക്കൻഡ് തന്നെ പെട്ടെന്ന് അവൻ പോകുന്നത് ബ്ലേസിംഗ് സൺ സർച്ചിലേക്കാണ്. ആ ഒരു എംബ്ലം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഗോൾഡൻ ലിക്വിഡ് ആ ഒരു എംബ്ലത്തിലേക്ക് വലിച്ചു കയറുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആൾ തന്നെ അവിടുന്ന് അപ്രത്യക്ഷമായി പോവും, ശൂന്യമായി പോവും. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സോ ക്ലെൻ കുറച്ചുകൂടെ നോക്കാനായിട്ട് അവൻ തന്നെ അവിടേക്ക് ചെല്ലും. അങ്ങനെ ആ ഒരു ഗോൾഡൻ ലിക്വിഡ് അവൻ്റെ അടുത്തേക്ക് പതുക്കെ വരുന്നുണ്ട്. അവനായിട്ട് ആ ഒരു ഗോൾഡൻ ലിക്വിഡിൽ ഒരു തുള്ളി മാത്രമായിരുന്നെങ്കിൽ കൂടിയും അതിലൊന്ന്
തൊടുന്നുണ്ടെങ്കിലും അടുത്ത സെക്കൻഡിൽ തന്നെ ഒരു വലിയ സൂര്യനാണ് അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് അതിൻ്റെ ശക്തി കാരണം ക്ലെന്നിൻ്റെ ശരീരം കത്താൻ തുടങ്ങും. അവൻ്റെ ശരീരവും മനസ്സും അവൻ നിർമ്മിച്ച ആ സ്ഥലവും എല്ലാം തന്നെ കത്തി നശിക്കാൻ തുടങ്ങും. വേദന അവന് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ അവൻ്റെ മരണത്തിനെ തൊട്ട് വക്കത്തെത്തിയപ്പോൾ പെട്ടെന്ന് ആ ഗ്രേ ഫോഗ് അവിടേക്ക് വന്ന് അതെല്ലാം കെടുത്തുന്നുണ്ട്. ക്ലെൻ ഞെട്ടിത്തെറിച്ചുപോയി. അതെന്തുവാണ്? അതെങ്ങാനും ഇനി എറ്റേണൽ ബ്ലേസിംഗ് സൺ ആണോ? ഞാനെങ്ങാനും ഇനി ഒരു ദൈവത്തിനാണോ ഇപ്പോൾ വെല്ലുവിളിച്ചത്? എന്നാൽ വീണ്ടും അവൻ ശരിക്കും ഞെട്ടി. കാര്യം അവൻ്റെ ശരീരത്തുണ്ടായിരുന്ന ആ പാടുകൾ പൊടിഞ്ഞ് ഇല്ലാണ്ടായി. അവൻ്റെ വേദന പോയിട്ടുണ്ട്. അവൻ എന്താണെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ഏഞ്ചൽ ഓഫ് പ്യുവർ വൈറ്റിലേക്ക് അവൻ ചെന്നു. അവൻ്റെ ചുറ്റിനും കുറേയധികം എഴുത്തുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അതിലൊന്ന് പെട്ടെന്ന് അവൻ്റെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നോക്കാൻ പാടില്ല. അവനായിട്ട് വണ്ടറടിച്ച് നിൽക്കുവാണ്. എന്താണ് മനസ്സിലാവുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഒരു റിവാർഡ് പോലെ അന്ന് അവന് നന്നായിട്ട് മനസ്സിലായി. അങ്ങനെ മറ്റൊരു കാര്യം അവൻ്റെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അത് സീക്വൻസ് 4 ആയിരുന്നു. അൺഷാഡോ ക്ലെൻ്റെ ആദ്യമായ അതിശക്തമായ സീക്വൻസ് റെസിപ്പി ആയിരുന്നു അത്. അതുമല്ല, മറ്റൊരു കാര്യം അവന് മനസ്സിലായി. ആ ഗോൾഡൻ ലിക്വിഡ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു എംബ്ലം, ആ ഒരു ആർട്ടിഫാക്ട് ഇത്ര ശക്തമായി മാറിയത്. സോ ഏകദേശം കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി നമ്മുടെ ക്ലെന്നാട്ടെ. ഇന്നത്തേക്ക് മതിയെന്നും പറഞ്ഞുകൊണ്ട് അതെല്ലാം അവൻ റീസ്റ്റോർ ചെയ്ത് നേരെ തിരിച്ച് ബാക്കിലേക്ക് പോകുന്നുണ്ട്. അതായത് അവൻ നിന്ന് ആ ഒരു പ്രസന്റ് സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്: ദൈവത്തിനോട് കളിക്കുന്നത് അതത്ര നല്ലതല്ല. ഇനി ചിലപ്പോൾ എൻ്റെ ജീവൻ തന്നെ പോയേക്കാം. പക്ഷേ ആ ഏഞ്ചൽ ഓഫ് പ്യുവർ വൈറ്റ് അതെന്തായിരുന്നു? അത് മാത്രം എനിക്ക് കൃത്യമായി മനസ്സിലായില്ല. അങ്ങനെ സമയങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പരിപാടി കഴിഞ്ഞിട്ട് ക്ലെന്നിനെ തൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് അവരിറക്കിയിട്ടുണ്ട്. എന്നാൽ ക്ലെന്നിനെ കത്തുകൊണ്ട് അവിടെ ഒരു കത്ത് നിൽപ്പുണ്ടായിരുന്നു. ആ കത്തിൽ പറയുന്നത് നമ്മുടെ ആസിക് ഹൊർണോക്കസിനെ പറ്റി കൂടുതൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തു എന്നാണ്. അങ്ങനെ ക്ലെന്നാട്ടെ തൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് ചെന്നിട്ടുണ്ട്. പക്ഷേ ക്ലെന്നിന് നല്ല ഡൗട്ടുണ്ട്. ആ ഒരു സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പോഴും നല്ല ഡൗട്ടുണ്ട്. കാര്യം അവൻ്റെ മനസ്സിൽ മുഴുവൻ ആസിക്കും ആ ഒരു പെയിൻറ്റിങ് തമ്മിലുള്ള കണക്ഷനെ പറ്റിയാണ്. എന്തായിരിക്കും അതെന്ന് ചോദിച്ചുകൊണ്ട് അവസാനം അത് കണ്ണും പൊട്ടി അവൻ ആ ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. പക്ഷേ മിസ്റ്റർ ആസിക്കായിട്ട് അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ തിരിച്ചു പോകാൻ പോയപ്പോഴാണ് പെട്ടെന്ന് അവനത് കാണുന്നത്. അവിടെ ദൂരത്ത് എന്തോ ചോര കൊണ്ട് വരച്ചിട്ടുണ്ട്. അങ്ങനെ പോയി അത് തുറന്ന് നോക്കിയപ്പോൾ അവൻ ശരിക്കും ഞെട്ടിത്തരിച്ചു പോയി. കാര്യം അത് ആ ക്യാസിലായിരുന്നു. അവൻ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ക്യാസിൽ. അടുത്ത സെക്കൻഡ് തന്നെ നമ്മുടെ മിസ്റ്റർ ആസിക് അവിടേക്ക് വന്നിട്ടുണ്ട്. ക്ലെന്നാട്ടെ നൈസിൽ അവിടെ നിന്ന് ഊരി പോകാൻ നോക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ അവൻ പറയുന്നുണ്ട്: കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ കുറച്ചധികം സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ആ സ്വപ്നങ്ങൾ കാണുമ്പോൾ വരക്കുന്നതാണ് ഈ പരങ്ങൾ. എന്നാൽ ഞാൻ എഴുന്നേറ്റ് കഴിയാൻ നേരത്ത് എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. എന്നിട്ട് ആ നേരെ ഒരു ബുക്ക് എടുത്തിട്ട് ക്ലെൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഹൊർണാക്സിനെ പറ്റി എനിക്കറിയാൻ സാധിച്ച പല കാര്യങ്ങളും, നീ ഒന്ന് വായിച്ചു നോക്കിക്കേ. അപ്പോൾ പുള്ളിക്കാൻ ആ ബുക്ക് മേടിച്ചിട്ടുണ്ട് നൈസിൽ അവിടെ നിന്ന് പോകാൻ പോകുന്നുണ്ട്. എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് വായിക്കാം. അത് പറ്റില്ല, ഇപ്പം നീ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻ്റ് അല്ല ക്ലെൻ. അതുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി വിട്ട് അത് പോകാനും പാടില്ല. സോ നീ ഇവിടെ ഇരുന്ന് തന്നെ വായിക്കേണ്ടതായിട്ടിരിക്കുന്നു. ക്ലെന്നായിട്ട് നന്നായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. സോ എന്ത് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് അവൻ ആ പുസ്തകം തുറക്കുന്നുണ്ട്. ആ ബുക്കിലെ ആദ്യത്തെ പടം തന്നെ അവനെ ഞെട്ടിക്കുന്നതായിരുന്നു. കാര്യം ഇതിനു മുമ്പ് അവൻ കണ്ടിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അതിലാട്ടെ കുറച്ചധികം മ്യൂറൽസ് ഉണ്ടായിരുന്നു. അതിൽ മോഡേൺ ആയിട്ടുള്ള പല മനുഷ്യരെയും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവർ വിശ്വസിച്ചിരുന്നത് മരണം ഒരിക്കലും അവരുടെ അവസാനം അല്ലെന്നാണ്. ഈ സമയത്ത് മരണത്തിൻ്റെ തൊട്ട് വക്കത്തെത്താൻ നേരത്ത് അവരായിട്ട് ഒരു സ്ഥലത്ത് പോയി കിടക്കുന്നുണ്ട്. ഈ സമയത്ത് മിസ്റ്റർ ആസിക് പറയുന്നുണ്ട്: ഞാനും അവിടെ മര്യാദ വായിച്ചത്. അത് കഴിഞ്ഞു കണ്ടോ, ഒന്നും തന്നെയില്ല. 3 ദിവസം കഴിയാൻ നേരത്ത് അവരുടെ ശരീരം കാണാതാകുന്നു. ഈവൻ അവരവിടെ ജനിച്ചിട്ട് പോലുമില്ല, അവരവിടെ എക്സിസ്റ്റ് ചെയ്തിട്ട് പോലുമില്ല എന്ന രീതിയിൽ. അതിനെന്താണെന്ന് കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: അതിശക്തമായ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ദേവതയെ അവർ വാഴ്ത്തുന്നുണ്ടായിരുന്നു. ആൻഡ് ആ ദേവത അറിയപ്പെട്ടിരുന്നത് റൂളർ ഓഫ് ദി എവർനൈറ്റ് അല്ലെങ്കിൽ മദർ ഓഫ് ദി സ്കൈ എന്നൊക്കെയായിരുന്നു. ക്ലെന്നാട്ടെ ഇതൊക്കെ കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുവാണ്. ഈ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്: ക്ലെൻ, ഞാൻ റീസെൻ്റ്ലി നിശ്ചിതനെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഞാനത് പഠിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ നിന്റെ ഭാവിനെ പറ്റി ഒന്ന് നോക്കി. നിന്റെ ഭാവിയിൽ എനിക്ക് 2 വഴികൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് വളരെ ദുർഘടമായ ഒരു പാതയാണ്. രണ്ടാമത്തത് ഞാനുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരുന്നു. ക്ലെൻ, നീ അത് കണ്ടില്ലേ? ആ ഒരു ക്യാസിൽ നീ കണ്ടില്ലേ? അതുമാത്രമല്ല, നീ എന്നെ കണ്ടപ്പോൾ കൂടുതൽ സ്ട്രെസ്സായി മാറി. അതുമാത്രമല്ല, നീ എന്നെ കണ്ടപ്പോൾ കൂടുതൽ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. എന്നിട്ട് പെട്ടെന്ന് ക്ലെന്നിൻ്റെ ഫ്രണ്ടിലേക്ക് അവൻ വന്ന് നിന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്: ക്ലെൻ, നിനക്ക് എന്തോ അറിയാം. നിനക്ക് എന്നെ പറ്റിയുള്ള എന്തോ ഒരു സീക്രട്ട് അറിയാം. ഈ സമയത്ത് ക്ലെന്നും ഞെട്ടിത്തരിച്ചു പോയി. പക്ഷേ നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല ക്ലെൻ. എനിക്കറിയണം, എന്നെപ്പറ്റി അറിയണം, എൻ്റെ പാസ്റ്റിനെ പറ്റി എനിക്കറിയണം. അങ്ങനെ അവർ 2 പേരും കൂടെ ആ ഒരു ക്യാസിലേക്ക് ചെന്നിട്ടുണ്ട്. ക്ലെന്നാട്ടെ നല്ലധികം ഡൗട്ടുമായിട്ടാണ് അവിടേക്ക് ചെന്നിട്ടുള്ളത്. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ട് അവരങ്ങോട്ട് മുമ്പോട്ട് ചെന്നിട്ടുണ്ട്. ഈ സമയത്ത് മിസ്റ്റർ ആസിക് പറയുന്നുണ്ട്: ഞാൻ സ്വപ്നം കണ്ട സ്ഥലം ഇത് തന്നെയാണ്. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്.
ഞാൻ ഇതിനു മുമ്പ് ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ക്ലെൻ, ഈ സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ മകൻ ഇവിടെ കൂടെ ഓടിച്ചാടി നടക്കാറുണ്ടായിരുന്നു. അവനെക്കാട്ടും വലിയ ഒരു സോഡ് തൻ്റെ കൈകൊണ്ട് പൊക്കിയിട്ട് പറയുമായിരുന്നു, എൻ്റെ നൈറ്റായിട്ട് മാറുമെന്ന്, ഈ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ നൈറ്റായിട്ട് അവൻ എപ്പോഴും മാറുമെന്ന്. ഈ സമയത്ത് ക്ലെൻ ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. കാര്യം ആ ഒരു ആത്മാവ്, ആ തലയില്ലാത്ത ആത്മാവ് അസക്കിൻ്റെ മകനായിരുന്നോ? പെട്ടെന്ന് അസക് നടന്ന് ദൂരത്തുണ്ടായിരുന്ന ഒരു സോഡിലേക്ക് തൻ്റെ കൈകൾ കൊണ്ട് ചേർക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു കൊട്ടാരം മുഴുവൻ റീസ്റ്റോർ ആകാൻ തുടങ്ങും. ചുരുക്കം പറഞ്ഞാൽ ആ കൊട്ടാരം പഴയ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ക്ലെന്നിന് അസക്കിൻ്റെ മകനെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ അത് വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് എത്തും. എന്നാൽ ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സീക്രട്ട് പാത്ത് വേ തുറന്നു വന്നിട്ടുണ്ട്. അസക്കായിട്ട് അതിനുള്ളിലേക്ക് കയറുകയും ചെയ്യും. അതിനുള്ളിൽ ഒരു ശവകുടീരമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ക്ലെന്നും പതുക്കെ അവിടേക്ക് നടന്നു വരും. ആ ടൈമിൽ തന്നെ അസക്ക് അത് തുറക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ശരീരം കാണാൻ നേരത്ത് അസക്കിന് നന്നായിട്ട് തന്നെ ദേഷ്യം വരും. തൻ്റെ പവർ അവിടേക്ക് അൺലീഷ് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അതിൻ്റെ ചുറ്റിനുണ്ടായിരുന്ന കോടാനുകോടി ആത്മാക്കൾ അവിടേക്ക് വന്ന് അസക്കിൻ്റെ ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങും. പിന്നെ ക്ലെൻ കാണുന്നത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. 100 കണക്കിന് ആത്മാക്കൾ അവൻ്റെ ചുറ്റിനും വന്ന് നിൽപ്പുണ്ട്. പിന്നെ പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. ക്ലെന്നാട്ടെ ഒരു യുദ്ധഭൂമിയിലാണ് നിലവിൽ നിൽക്കുന്നത്. അവൻ നോക്കാൻ നേരത്ത് കുറച്ചധികം മനുഷ്യരെ അവിടെ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാട്ടെ ഒരു മനുഷ്യനെ അവിടെ കെട്ടിയിട്ടുണ്ട്. അത് മറ്റാരുമില്ലായിരുന്നു, അസിക്കായിരുന്നു. അവനെ പലരും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. തൻ്റെ കത്തിയും കടാരയും കുന്തവും എല്ലാം തൻ്റെ ശരീരത്തിലേക്ക് കുത്തി ഇറക്കുന്നുണ്ട്. പക്ഷെ അസിക് അവിടെ മരിക്കുന്നില്ല. അതെല്ലാം വലിച്ചൂരി അവിടെ ഉണ്ടായിരുന്ന 100 കണക്കിന് പേരായിട്ട് അസിക് യുദ്ധം ചെയ്യാൻ തുടങ്ങും. ആ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് അവൻ മറ്റൊരു കാര്യം മനസ്സിലാക്കി. അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മറ്റൊരു ശക്തിയെപ്പറ്റി അവൻ മനസ്സിലാക്കി. അത് അസ്ഥികൂടമായിരുന്നു. ഒരു വലിയൊരു അസ്ഥികൂടം അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സഹായത്തോടു കൂടി അവിടെയുള്ള എല്ലാവരും തന്നെ അവൻ നശിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ ഒരു ക്യാസിലാണ്. ആ ക്യാസിലിനകത്ത് അസക്കിൻ്റെ ഭാര്യയും അസക്കിൻ്റെ മകനും അവനും ഉണ്ടായിരുന്നു. അവർ നടന്നു പോകുന്നുണ്ട്. ഈ സമയത്ത് അവൻ്റെ മകൻ പറയുന്നുണ്ട്, അമ്മ ഉറപ്പിച്ചോ, ഞാനും വലുതാൻ നേരത്ത് എൻ്റെ അച്ഛനെ പോലെ ഒരു അതിശക്തനായ നൈറ്റായിട്ട് മാറും. പിന്നെ കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആ സമയത്ത് അഷിക് ശരിക്കും മാറിപ്പോയിരുന്നു. അവൻ എന്തോ മാറ്റം വരുന്നു. അതുമാത്രമല്ല, അഷിക്കിൻ്റെ പ്രജകളെന്ന് പറയുന്നത് ആത്മാക്കളായിരുന്നു. താൻ കാരണം തൻ്റെ ഭാര്യയും മകനും അനുഭവിക്കുന്നത് മനസ്സിലാക്കി അഷിക്കാട്ടെ ആ രാജ്യം വിട്ടിറങ്ങി, തൻ്റെ കൊട്ടാരം വിട്ടിറങ്ങി, തൻ്റെ മകനെയും ഭാര്യനെയും വിട്ടിറങ്ങി, തൻ്റെ ഫാമിലിയെ വിട്ടിറങ്ങി, തൻ്റെ എല്ലാം തന്നെ വിട്ടിറങ്ങി. പിന്നെ കാണിക്കുന്നത് പ്രസൻ്റാണ്. അവൻ പറയുന്നുണ്ട്, എൻ്റെ മകനെ, ഞാൻ നിന്നെ വിട്ടുപോയിട്ടും എൻ്റെ ശാപം നിന്നെ വിട്ടു പോയില്ലല്ലേ, പേടിക്കണ്ട, ഞാനുണ്ട്. ഈ സമയത്ത് ക്ലെൻ അവിടേക്ക് നടന്നു വരും. പക്ഷെ ക്ലെന്നാട്ടെ ഞെട്ടിത്തെറിച്ചു. കാര്യം ആ ഒരു ശവത്തിൻ്റെ അത് തൻ്റെ തല മാത്രം മിസ്സിങ് ആയിരുന്നു. സോ ഇതാണ് കാരണം. ഇതുകൊണ്ടാണ് ഈ ആത്മാവ് വീണ്ടും ഇവിടെ ഉയർത്തെഴുന്നേറ്റത്. നീ പേടിക്കേണ്ട മകനെ, നിന്റെ തല കൊണ്ടുപോയത് ആരാണെങ്കിലും കൊള്ളാം, അവൻ ഉറപ്പായിട്ടും ഞാൻ വെറുതെ വിടുന്നതല്ല. അവൻ അനുഭവിക്കും, 100,000 മടങ്ങ് അവൻ അനുഭവിക്കും. ഈ സമയത്ത് അസുഖിൻ്റെ ചോര താഴത്തേക്ക് ഒഴുകുന്നുണ്ട്. എന്നിട്ട് മുകളിലേക്ക് അത് വരികയും ചെയ്യും. എൻ്റെ ബ്ലഡ് ലൈനെ തൊട്ട് ആരാണെങ്കിലും ഒരിക്കലും ഞാൻ അവനെ വെറുതെ വിടുന്നതല്ല. പറ, ആരാണ് നിൻ്റെ തല കൊണ്ടുപോയത്? ഈ സമയത്ത് ആ ചോരയെല്ലാം കൂടെ നമ്മുടെ ക്ലെന്നിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ക്ലെൻ തന്നെ പറയുന്നുണ്ട്, എന്ത്, ഞാനല്ല, ഞാൻ എപ്പോഴാണ് അത് ചെയ്തത്? ഈ സമയത്ത് അസിക് പറയുന്നുണ്ട്, ക്ലെൻ, എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല, അതാരാണ് അത് ചെയ്തതെന്ന് മനസ്സിലായില്ല, എന്തോ ഒരു ഇൻ്റർഫറൻസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഭാവി രണ്ടുപേരും ഇടകലർന്ന് കിടക്കുന്നതാണ്. എനിക്ക് നിനക്ക് എന്നെയും ആവശ്യമുണ്ട്. അസിക്കിൻ്റെ മകന് ഒരു പ്രോപ്പറായുള്ള ഫ്യൂണറൽ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ അസിക്, താങ്കൾക്ക് തൻ്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയോ? ഇല്ലടാ, കുറച്ച് കാര്യങ്ങൾ മാത്രം, ബാക്കിയെല്ലാം ഇപ്പോഴും ബ്ലറായിട്ട് കിടക്കുമാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ കോടാനുകോടി വർഷങ്ങൾ ജീവിച്ച ഒരാളാണ്. ഇത്ര സമയം കഴിയാൻ നേരത്ത് ഞാൻ വീണ്ടും ഉറക്കത്തിലേക്ക് പോകും. ആ ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേക്കാൻ നേരത്ത് എനിക്കൊന്നും തന്നെ ഓർമ്മ കാണത്തില്ല. എൻ്റെ പേരും കുറച്ച് എന്നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മാത്രമേ എനിക്ക് ഓർമ്മ കാണത്തുള്ളൂ. ഇത് കഴിയാൻ നേരത്ത് സ്വപ്നങ്ങൾ വരാൻ തുടങ്ങും. ആ സ്വപ്നത്തിൽ എനിക്ക് ചിലപ്പോൾ മകളായിരിക്കും, ചിലപ്പോൾ എനിക്ക് 3 മക്കളായിരിക്കും, എന്താണെന്ന് അറിഞ്ഞൂടാ. എന്നാലും ഏറ്റവും അവസാനം ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ കാരണം എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും അനുഭവിക്കാൻ തുടങ്ങും. അതെനിക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് കുറച്ച് നാൾക്ക് ശേഷം ഞാൻ ഒറ്റയ്ക്കായി ജീവിക്കാൻ തുടങ്ങി. ഞാൻ അത് കഴിഞ്ഞ് ഇതുവരെ എല്ലാം ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്ക് തന്നെ എല്ലാം സഹിക്കാൻ തുടങ്ങി. ക്ലെൻ, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ നീ കാരണം എനിക്ക് കുറച്ച് ഓർമ്മകൾ തിരിച്ചു കിട്ടി. നന്ദി, ഒരു 100,000 നന്ദി. എന്നിട്ട് മിസ്റ്റർ സസിക് അവിടുന്ന് പോകുവാണ്. ഈ സമയത്ത് ക്ലെന്നും തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് നടക്കുവാണ്. ആ ടൈമിൽ അവൻ പറയുന്നത് ശരിയാണ്, അസിക്കിനെ പോലെ ഞാനും ശരിക്കും ഒരു ഒറ്റയാനാണ്.
ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. ഞാനിവിടെ ശരിക്കും ഒറ്റയ്ക്ക് തന്നെയാണ്. പക്ഷേ ക്ലെന്നിന് ഫാമിലിയുണ്ട്, ക്ലെന്നിന് അവൻ്റെ ഫാമിലിയുണ്ട്. ആ ഫാമിലി ഞാൻ ഒരിക്കലും കൈവിടാൻ പാടില്ല. അതിൻ്റെ കൂടെ ഞാൻ നിൽക്കണം. എനിക്കിവിടെയുള്ള ഓരോ സമയം ഞാൻ അവരുമായിട്ട് ചെറിഷ് ചെയ്യണം. എന്തായാലും വിധി ഒന്നു തന്നെയാണ്. അവസാനം ഞാൻ ഈ നാട് വിട്ടു പോകുന്നതാണ്. എന്നാൽ അതിനു മുമ്പ് കുറച്ചധികം ഓർമ്മകൾ ഞാനും കൈക്കൊള്ളണം. സോ അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാനും മറക്കണ്ട.